വെറും പച്ചവെള്ളം മരുന്നായി കൊടുത്ത് കള്ളുകൂടി മാറ്റിയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പല വേർഷനും അവൈലബിൾ ആണെങ്കിലും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഭർത്താവിൻ്റെ കള്ളുകൂടി കാരണം പൊറുതി മുട്ടിയ ഭാര്യ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്ത് പോവാണ്. ഡോക്ടറെ പോലും മരുന്ന് കൊടുത്തു. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കള്ളുകൂടി മാറ്റണമെന്ന് ഭർത്താവിനും ആഗ്രഹമുണ്ട്. ഈ ഡോക്ടർ കൊടുത്ത മരുന്ന് ഭാര്യ ഭർത്താവിന് കൊടുക്കുകയാണ്. ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഭർത്താവ് കള്ളുകൂടി നിർത്തി. ഇവർ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പോഴാണ് ഡോക്ടർ പറയണത് അത് മരുന്നൊന്നല്ലായിരുന്നു, വെറും പച്ചവെള്ളമായിരുന്നു എന്ന്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതൊരു പ്രത്യേകതരം എഫക്റ്റാണ്, പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം വിശ്വസിക്കുമ്പോൾ, നമ്മളൊരു കാര്യം ബിലീവ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലിയും ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇതിൽ പറയണത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഒരു മരുന്ന് കഴിച്ചാൽ നമുക്കത് മാറുമെന്ന് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ സംഭവിക്കുള്ളൂ. ഫങ്ഷണൽ MRIയിൽ ബ്രെയിൻ ആക്ടിവിറ്റീസ് ചേഞ്ച് ആണ് കാണിക്കേണ്ടത് നമ്മളൊരു കാര്യം ബിലീവ് ചെയ്യുമ്പോൾ. അതിന് വേറൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് ചില ഡോക്ടർമാരെ ഇഷ്ടാവുള്ളൂ. ചില ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ആൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, എല്ലാം ഓക്കെ ആയിരിക്കും, യു വിൽ ബി ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി അസുഖം മാറുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യത്തിനോട് നിൽക്കാൻ പറ്റും. അതായത് പോസിറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പൈസ ഇട്ടുകൊണ്ടോ ഒന്നല്ല, നമ്മൾ വിശ്വസിക്കുകയാണ് അത് പോസിറ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യായി. വി ആർ വാട്ട് വി ബിലീവ് ഇൻ. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പ്ലസീബോ എഫക്റ്റിൻ്റെ ഒരു വളരെ രസകരമായൊരു സംഭവമാണത്. അതായത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതായിരിക്കും നമ്മൾ. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. നന്മകളുണ്ടാവട്ടെ.